ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനീഷ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കാനഡയിൽ ലണ്ടനിലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് സ്റ്റുഡൻ്റ് ആയി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? സിൻ നമ്പർ, ഓഫ് കോഴ്സ്. അപ്പം നമ്മൾ സിൻ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെമ്പററി അക്കോമഡേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഇത് ഈ ഒരുത്തിക്ക് മാത്രം സിൻ നമ്പർ എടുത്ത് എന്തോ പരിചയമൊക്കെ ഉണ്ടെന്ന് പറയുന്നു അല്ലേ? അതുകൊണ്ട് അവളെ ഉണ്ട്. പിന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം എത്ര ഡിഗ്രി? ഇവിടെ ഇപ്പോൾ 7 ആണെന്ന് തോന്നുന്നു. അത്രേ ഉള്ളോ? 7 ഉള്ളൂ, വെറും 7. അപ്പോൾ 7 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇവിടെയെല്ലാം നമ്മൾ സ്ഥിരമായി നിൽക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് പേര് നമ്മുടെ ഫ്രണ്ടിൽ കയറി നടക്കുന്നുണ്ട്. അവരെയും കൂടിയും കാണിച്ചു തരാം. അപ്പോൾ എന്താ, റോഡ് നമ്മൾ ബസ് വഴിയാണ് പോകുന്നത്. ബസ്സിലെങ്ങനെ കയറണം എന്നറിയില്ല, എത്ര രൂപയാവും എന്നറിയില്ല, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല. കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും ഇതുമാതിരി യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. ആദ്യമായിട്ടാണ് എല്ലാവരും ഇവിടെ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ടീം. ഹായ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും മലയാളിയാണ്. ഈ കുട്ടി മാത്രം തെലുഗു. അപ്പോൾ അടിപൊളി ലൊക്കേഷനാണ്. വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. കൈയൊക്കെ മരവിച്ച് തുടങ്ങി. കാരണം ഈ ഫോൺ പിടിക്കുന്ന കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അയ്യോ, കണ്ടില്ലേ, ഗ്ലൗസ് ഇട്ടിട്ടില്ല. ആ കൈ അത്യാവശ്യം നല്ല രീതിയിൽ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ നേരം എനിക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ വയ്യ. ഓക്കെ, നമ്മളിനി ബസ് കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ, സോ നമ്മൾ കുറേ എന്താ പറയുക അലഞ്ഞു തിരിഞ്ഞ് അവസാനം ബസ് സ്റ്റോപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഞാൻ വിചാരിച്ചു ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഷെഡൊക്കെ ഉണ്ടാവുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചോ? ഇവിടെ മഴ പെയ്യാൻ പോവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഷെഡൊക്കെ ഉണ്ടാവുമല്ലോ, മഴ പെയ്താലും കയറി നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഷെഡില്ല. ആകെ ഉള്ളതൊരു ബോർഡ് മാത്രം. അപ്പോൾ നമ്മൾ 6 പേരിങ്ങനെ വെയിറ്റ് അടിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അടുത്ത ബസ്? ഇപ്പം വരും. ഓക്കെ, വിത്തിൻ 1 മിനിറ്റ് നമുക്ക് അടുത്ത ബസ് വരും. അതുവരെ നമുക്ക് ഇവിടുത്തെ തണുപ്പൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കാം. സോ ഞങ്ങളിവിടെ ബസ് കയറി. 2.75 ആണ് ഒരാൾക്കുള്ളത്. ഞങ്ങളൊക്കെ അതേ ഇങ്ങനെ ഇരിക്കുകയാണ്, നിരന്ന് പിടിച്ചിരിക്കുകയാണ്. ഇതിന് സ്റ്റോപ്പ് എത്തുമ്പോൾ ആ ലേഡി പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് തണുപ്പുണ്ടെങ്കിൽ കുറച്ച് വെയിലുണ്ട്, മഴയുണ്ട്, എല്ലാം കൂടെയുള്ളൊരു ക്ലൈമറ്റാണെന്ന്. നമ്മളിപ്പോൾ ഇറങ്ങിയത് റിച്ച്മണ്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ. എന്നിട്ട് സർവീസ് കാനഡയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമായിട്ട്. നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആണോ ഇതൊക്കെ സ്ഥലം കണ്ടിട്ട്? വളരെ എക്സൈറ്റഡ് ആണ്. നീ എൻ്റെ പണ്ടോ? അയ്യോ, ഞങ്ങളിപ്പോൾ സർവീസ് കാനഡയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫോം എടുത്തു, എന്നിട്ടത് ഫില്ല് ചെയ്തു സിൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ സ്റ്റുഡൻസ് ആദ്യം വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സിൻ നമ്പർ എടുക്കാമെന്ന് പറഞ്ഞാൽ. എയർപോർട്ടിലത് ഓഫായിരുന്നു അന്ന്, അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല. സോ ഇവിടെ ഇപ്പോൾ പറയുന്നത് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ ഇനി വെയിറ്റ് ചെയ്ത് ഈ സിൻ നമ്പറൊക്കെ കളക്ട് ചെയ്ത്. വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര പരിപാടി നടക്കുന്നു അറിയില്ല. ബാങ്കിൽ പോകണമായിരുന്നു. ബാങ്കൊക്കെ ഒന്ന് പ്രശ്നമാണെന്ന് തോന്നുന്നു. ബാങ്കിൽ പോക്കൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളിവിടെ സിൻ നമ്പർ എടുത്തിട്ടേ ഇന്ന് ഇവിടെ നിന്ന് പോകുള്ളൂ. സോ ഞങ്ങൾ CIBCയിൽ പോയി. CIBCയിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് അപ്പോയിൻമെൻറ്റ് ഇല്ലയെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല സംഭവം. ഞങ്ങളപ്പോൾ CIBCയുടെ കൂടെ തന്നെയുള്ള എന്തോ ഇതിൽ കയറിയിരിക്കുകയാണ്. നല്ല ഒരു അടിപൊളി ഫ്രീ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ചിട്ടില്ല. സമയം 2 മണിയൊക്കെ കഴിഞ്ഞു. 2 മണി 3 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ വല്ല ഫുഡും ഉണ്ടായാൽ മതിയായിരുന്നു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല, ലാസ്റ്റ് സബ്വേയാണ് കിട്ടിയത്. ഇവിടെ എവിടെ നിന്ന് കഴിക്കണമെന്ന് പോലും അറിയാൻ പാടില്ല. അങ്ങനെ എന്താ പറയുക, വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. ഇനി ഇവിടുന്ന് എങ്ങനെയൊക്കെ തിരിച്ചു പോകണം. അതൊക്കെ ഒരു വലിയ ടാസ്ക്കാണ് ഇന്നത്തെ. ഇപ്പം എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്, അതെന്തായാലും കഴിക്കാം. നമുക്ക് എത്രയാണ് $5 കിട്ടിയിട്ടുള്ള ഫുഡാണിത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിച്ച് ഒരു ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഞങ്ങൾ കയറിയ ഷോപ്പ്.
ഞങ്ങൾ ഞങ്ങളുടെ ബസ്സും കാത്ത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്. കണ്ടേ, ഇതിനുള്ളിൽ ഹീറ്റിംഗ് ഒന്നുമില്ല, പക്ഷേ എന്താ കാറ്റടിക്കുന്നത് കുറച്ച് കുറവുണ്ട്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഗുണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൻ്റെ പേര് അറിയാത്തതുകൊണ്ട് അത് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, വിളിച്ച് ഇനി അന്വേഷിച്ചിട്ടൊക്കെ വേണം ഇനി ആ വീട്ടിലേക്ക് എത്താനായിട്ട്. അത്രയും പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ വഴിയറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ഇവിടെ. അതോട് നമുക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇനീഷ്യൽ ലൈഫ് കാനഡയിൽ ഒട്ടും ഈസി അല്ല. വഴി അറിയില്ല, ബസ്സിൻ്റെ റൂട്ട് അറിയില്ല, വല്ലയിടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഹാഫ് പെട്ട അവസ്ഥയാണ്. ബസ്സിൽ കയറിയിട്ട് ഇനി ജസ്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മുടെ കയ്യിലുള്ള ആ ഒരു അഡ്രസ്സ്. അത് ഇറക്കി തരികയാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങും, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ലൈഫ് ഇനീഷ്യലി ഇവിടെ ഇത്തിരി പ്രശ്നമാണ്. നമുക്ക് നാടറിയില്ല, ഭാഷ ഇവർ പറയുന്നത് പകുതി നമുക്ക് മനസ്സിലാവില്ല, അത്ര രീതിയിൽ കുഴഞ്ഞിട്ടായിട്ട് സംസാരിക്കുക. പോരാത്തതിന് നല്ല തണുപ്പുണ്ട്, കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് ഗ്ലൗസിൻ്റെ ഉള്ളിൽ വരെ തണുപ്പ് കയറിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ആയ അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ട്. ഫൈനലി ഞങ്ങൾ ബസ് കണ്ടുപിടിച്ച് കയറി. അയാൾ മറന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റോപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, എന്തായാലും വന്ന വഴിയാണ്, നോക്കട്ടെ, അത് ഓർമ്മയുണ്ടാവുമെന്നാണ് വിചാരം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കഷ്ടപ്പെട്ട വഴിയൊക്കെ ചോദിച്ചു പിടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീഡിയോ തീരാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പലർത്തും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല, കാരണം കൈയൊക്കെ പുറത്തെടുക്കുമ്പോൾ തന്നെ മരവിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ വീടെത്തിയ ഒരു വിധത്തിൽ. അപ്പോൾ ബൈ, സീ യു.